എല്ലാവരും ക്രിസ്മസ് എക്സാമിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി കൃത്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു 17 ദിവസം കൂടി നമ്മുടെ എക്സാം തുടങ്ങാനായിട്ടുള്ളൂ. അപ്പോൾ 15-ാം തീയതി നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ 17 ദിവസം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ സബ്ജക്ട്സും ഓരോ സബ്ജക്റ്റിലും അത്രയധികം ചാപ്റ്റേഴ്സും പഠിക്കാനുണ്ട്. ഓണപരീക്ഷ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്രിസ്മസ് പരീക്ഷയിലേക്ക് വരുമ്പോൾ ഒരുപാട് ചാപ്റ്റേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. കുറച്ച് വലിയ ചാപ്റ്ററുകളൊക്കെയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാം ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, ഓരോ വരിയും അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഇനി പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നമുക്ക് റിവിഷനും കൂടിയുള്ള സമയം മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു 17 ദിവസത്തിൽ ഒരു 7 ദിവസമെങ്കിലും റിവിഷന് നിങ്ങൾ മാറ്റി വെച്ചിട്ടേ കാര്യമുള്ളൂ. നമ്മൾ ഒരു വട്ടം പഠിച്ചു പോയ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും പഠിച്ചു കഴിയുമ്പോൾ അതവിടെ തീർന്നു, നമ്മുടെ തലയിലേക്ക് അത് സ്റ്റോർ ആയിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ എക്സാമിനോട് അടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ടെൻഷൻ കൂടും. ആ സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്തില്ലെങ്കിൽ അതവിടെ മറന്നു പോകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതാണ് സത്യാവസ്ഥ. അപ്പോൾ റിവിഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാതെ അതിന് ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ റിവിഷൻ ചെയ്യൂല. അതായത് വൺ ഷോട്ട് ആയിട്ട് നമ്മൾ ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോവാതെ ഇപ്പോൾ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ ഒരു 1-2 ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്താൽ മതി. അതിലുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കേണ്ട. അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന ടോപ്പിക്കുകളാണ് ആദ്യം ഒന്ന് പഠിച്ച് കവർ ചെയ്യേണ്ടത്. എക്സാമിനോട് അടുപ്പിച്ച് ഒരിക്കലും ടഫ് ആയിട്ടുള്ള ടോപ്പിക്ക് പഠിക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ നിങ്ങൾക്ക് കൂട്ടാനാണ് അത് സാധ്യത. അപ്പം അതിന് നിൽക്കരുത്. ഇപ്പോൾ ഉള്ള സമയങ്ങൾ ഇല്ലെങ്കിൽ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക് ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതും പക്ഷേ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാതെ ഓവറോൾ ആയിട്ട് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി പോവുക. ഓക്കെ, ഒരു ടോപ്പിക് എടുക്കുക, അതിലൊരു 2 ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക, ഉടനെ അടുത്ത ടോപ്പിക്ക്. ഇനി നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കുക, നമുക്ക് ആവശ്യമുള്ളത് മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആക്ടിവിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവും. അപ്പോൾ എന്നാലും ഇപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓണം എക്സാമിനുള്ള ടോപ്പിക്കോ ഇല്ലെങ്കിൽ ഓണം എക്സാം കഴിഞ്ഞ പാടെ നിങ്ങൾ പഠിച്ച ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ചാപ്റ്ററൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റർ ലാസ്റ്റ് മിനിറ്റിൽ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, പക്ഷെ അത് ഒരു പ്രാവശ്യം പോലും റിവൈസ് ചെയ്യാതെ പോകരുത്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ നിന്നുള്ള മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് നിമിഷത്തേക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് അവസാന സമയത്ത് എന്ത് ചെയ്യുക, കുറച്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മളിങ്ങനെ ഓരോ ലൈവ് ക്ലാസ്സിലൊക്കെ നമ്മൾ പറയുമല്ലോ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കണം, ഇത് പഠിക്കണം. അതേപോലെ നിങ്ങൾക്ക് എക്സാമിനോട് അടുപ്പിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ കണ്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലുള്ള വൺ ഷോട്ട് ലൈവുകളൊന്നും മിസ് ചെയ്യരുത്. ക്വസ്റ്റ്യൻസ് ലൈവ് ആയാലും ഇനി വരാൻ പോകുന്ന മാരത്തോൺ ലൈവുകളൊന്നും മിസ് ചെയ്യരുത്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് പങ്കെടുക്കുക, അറ്റൻഡ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. കുറേ പേരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് മെയിനായിട്ട് ഈ ലാസ്റ്റ് മിനിറ്റിലുള്ള ലൈവ് ക്ലാസ്സുകളൊക്കെയാണ്. അത് അവർ ജസ്റ്റ് അവസാന നിമിഷം വന്ന് മാത്രം പഠിച്ചത് കൊണ്ടല്ല, അവർ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ അവർക്കൊന്നും കൂടി പൊടി തട്ടി എടുക്കാനാണ് ഈ ലൈവുകളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ ലാസ്റ്റ് മിനിറ്റിലുള്ള ലൈവ് ക്ലാസ് ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ ഒരു ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓഫർ നടക്കുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ നമുക്ക് വർക്ക്ഷീറ്റ് ആയാലും എക്സാംസും അങ്ങനെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ബാച്ചിലൂടെ കിട്ടും. അപ്പോൾ അതൊക്കെ ഈ ഒരു എക്സാം സമയത്ത് അത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അത് മാത്രമല്ല നമുക്ക് December 26 ഒരു ക്രാഷ് കോഴ്സ്, ഒരു ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാടെ തന്നെ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിലേക്ക് ആവാനായിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം നമ്മുടെ മുന്നിൽ വളരെ കുറവാണ്. അപ്പോൾ തുടക്കം മുതലുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചെടുക്കുക എന്നുള്ളത് ഒരുപാട് പേർക്ക്, പലർക്ക് നോട്ട് പോലും ഉണ്ടാവില്ല പല ചാപ്റ്റേഴ്സിൻ്റെയും പല സബ്ജക്റ്റുകളുടെയൊക്കെ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും റിവിഷൻ പോലെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന രീതിയിലുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മുടെ ക്രാഷ് ബാച്ചിലൂടെ കിട്ടും. അപ്പോൾ അതിനും ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് ആ ഒരു ബാച്ച് നിങ്ങൾക്ക് കിട്ടും. ഓൾറെഡി ഈ ബാച്ചിലുള്ള സ്റ്റുഡൻസിന് 50% ഓഫ് ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് നല്ലൊരു ഒരു യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ബാച്ച് ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ജോയിൻ ചെയ്തതിന് അത്രത്തോളം ബെനിഫിറ്റ് ഉള്ള ഒരു ബാച്ചാണ്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ ഒരു ക്രിസ്മസ് എക്സാം ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് മെസ്സ് പ്രിഫർ ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ഉള്ള ബാച്ചാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളൊന്നും പാഴായി കളയരുത്. അപ്പോൾ ലൈവ് ക്ലാസ് ഒന്നും മിസ് ചെയ്യരുത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, നമ്മുടെ ബാച്ചിലും ഉണ്ട്. അപ്പോൾ ഇനി യൂട്യൂബിലൊക്കെ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. സോ എല്ലാം നന്നായിട്ട് പഠിക്കുക, യൂട്ടിലൈസ് ചെയ്യുക. ഒട്ടും ടെൻഷൻ ഇല്ലാതെ
മാക്സിമം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കാൻ നോക്കുക. നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല, നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ആവുകയുള്ളൂ. സോ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക, കൂളായിട്ടിരിക്കുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.